ഹലോ ഹായ് എന്തുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമ്മളൊരു പുതിയ ആളെ കൂടി കാണിച്ചു തരാം. കണ്ടോ കണ്ടോ ഞങ്ങളുടെ ഇതാണ് പുതിയ ഞങ്ങളുടെ ആള്. പുതിയ ആള്. ആ, ഇവനെ ഞങ്ങൾക്ക് എങ്ങനെയാ കിട്ടിയെന്നറിയാമോ? ചേട്ടൻ ടെറസിന്റെ മേളിൽ പോയപ്പോൾ തുണി ഇടാനായിട്ട് പോയതാണ്. അന്നേരം അവിടെ ഇയാള് വീണ് കിടക്കുന്നത് കണ്ടു ടെറസിന്റെ മേളില്. അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു. വാഴയില് ഇവന്റെ അമ്മ കൂട് വെച്ചിട്ടുണ്ട്. മറ്റേവനെ അങ്ങനെയാണ് കിട്ടിയത്, അവിടെ വീണ് കിടന്നാണ് കിട്ടിയത്. അന്നേരം അവിടുന്ന് വീണ് കിടന്നതാണ്. അമ്മ തീറ്റയ്ക്ക് വേണ്ടി പോയപ്പോൾ ഇവ അവിടെ വീണ് കിടന്നതാണ്. കുറേ നേരം ഞങ്ങൾ ഇവന്റെ അമ്മയെ നോക്കി, കണ്ടില്ല. വല്ലപ്പോഴും ഒക്കെ വരവുള്ളൂ. അന്നേരം ഇവനെ വിശന്ന് കിടന്ന് കരഞ്ഞപ്പോൾ ചേട്ടൻ എടുത്തോണ്ട് വന്നതാണ്. കണ്ടോ? ഇവന് പേരൊന്നും ഇട്ടിട്ടില്ല. ഇവന് നമുക്കൊരു പേരൊക്കെ ഇടണം, പഴയ പേരൊക്കെ ഇടാം. പേരൊക്കെ ഇടണം. മറ്റേ കാണണ്ടേ? മറ്റേ ഇവന്റെ കൂട്ടുകാരനുണ്ട്, അവൻ കൊണ്ടുവന്നപ്പോ ഇതിലും കുറച്ചും കൂടി വലുതായിരുന്നു. അവനെ കാണണ്ടേ നമുക്ക്? അവനെ കാണാം. ഇവ ഭയങ്കര വിളച്ചിലാ. ചേട്ടനോട് നല്ല ഇണക്കമാണ്. ഒരു പ്രാവശ്യം എന്റെ കൈക്കൊക്കെ ഒരു കടി തന്നു. അത് അറിയാതെ കടിച്ചതാണ്, തീറ്റയാണെന്നും പറഞ്ഞുകൊണ്ട് എന്റെ കടിച്ചതാണ്. ക്യാമറ വന്നിരുന്ന് കടിക്കുക. ഇയാളെ കൂട്ടി നടക്കത്തില്ല, ഇയാളെ കൂട്ടി തന്നെ ഇടത്തുള്ളൂ. വാ ചേച്ചിയുടെ കൈ വാണണ്ട. എന്റെ കൈയിലൊക്കെ ഞങ്ങളെ വെടിച്ചോണ്ട് ഈ മിട്ടു പോയി കേട്ടോ. പിന്നെ ഈ പെരക്കകത്തെല്ലാം കിടന്ന് കറങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വളരെ പ്രയാസപ്പെട്ടാണ് പിടിച്ചത്. എന്റെ കൈ എന്താ തീറ്റയാന്ന് പറഞ്ഞിട്ട് കടിക്കുക. കൈ വെക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് തീറ്റയാണെന്നാണ്. പിന്നെ കൈ മൊത്തത്തിൽ വെച്ചാൽ നമ്മുടെ കയ്യിൽ കയറും. അതെ അതെ. ഇതിപ്പോ സംഭവം എന്റെ കൈക്കൊക്കെ നടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. വാ പാക്കളെ. നമ്മൾ ഈ കുഞ്ഞാശാനെ കാണിക്കുമ്പോൾ മിട്ടുവിനെ കാണിക്കും, മുന്നേ കാണിക്കുമ്പോഴേ കുഞ്ഞാശാനെ മുന്നേ അയാളുടെ തോളിലൊക്കെ കണ്ടോ, എന്റെ തോളിൽ അപ്പി ഇരുന്നിട്ടുണ്ട്. നല്ല മേലോട്ട് കയറണം കേട്ടോ. കുഞ്ഞാണ്, എനിക്ക് മേലൊക്കെ ഇക്ലിയാവുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടിരിക്കട്ടെ. കുഞ്ഞാണ്, ഇനി വലുതായി വരുമ്പം അതെ അതെ നല്ലപോലെ ഇടങ്ങുമെന്ന് തോന്നുന്നു. നല്ലൊരു പേരിടണം, നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അതെ, അല്ല മറ്റേനേക്കാൾ കൂടുതൽ ഇടങ്ങുന്ന ഇയാളായിരിക്കും. നമുക്ക് നല്ലൊരു പേര് സെലക്ട് ചെയ്തിടണം. ആ പേരൊന്നും ഇതുവരെയും നമ്മൾ റെഡി ആക്കില്ല. ഇന്നും കൊണ്ട് കിട്ടിയതേ ഉള്ളൂ. ഇന്ന് ഉച്ചയ്ക്കാണ് കിട്ടിയത്. നല്ല ഈ അണ്ണാൻ എന്ന് പറയുന്നത് മനുഷ്യരോടൊക്കെ നല്ല ഇണക്കമുള്ളൊരു ജീവിയാണ്. പിന്നെ ഇവര് നമ്മളെ വിട്ട് പോവാൻ ഭയങ്കര മടിയാണ്. പുറത്ത് ഒരു വർഷം പോയാൽ തന്നെയും അവര് നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. ഇതുവരെയും വിട്ടു പോയിട്ടില്ല. ഇനി ഈ കുഞ്ഞവൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവനെ നമുക്ക് വെളിയിലൊക്കെ നിർത്തി വളർത്താൻ ഒരു പ്ലാൻ ഉണ്ട്. പൂച്ച ശല്യം ഉണ്ട്, ഭയങ്കര പൂച്ച ശല്യം. അതുകൊണ്ട് കൂട്ടിലേ പറ്റുള്ളൂ തോന്നുന്നു. വിട്ടുവിനെ ഞങ്ങള് അകത്തൊക്കെ ആക്കി തന്നെ. പക്ഷെ ഭയങ്കര പൂച്ച ശല്യമാണ്. പൂച്ച ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. പൂച്ച ഭയങ്കര ശല്യം അവിടെ ചുറ്റിനും അങ്ങനെ നടക്കും. ഒരു പ്രാവശ്യം കൂടുതൽ തള്ളിയിട്ട് ഇവ ഉറങ്ങുവാന്ന് കേട്ടാ. അല്ല അവ അങ്ങനെ ഇരിക്കും. എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മേലോട്ട് കയറി അവനങ്ങനെ ഇരിക്കും. അവനങ്ങനെ ഇരുന്നോളവൻ. അങ്ങനെ അടങ്ങും. ഒരാള് ചൂടും പിടിച്ച് കിടന്ന് ഉറങ്ങുവാ. മിട്ടുമായിട്ട് ഇണങ്ങി. ഇവനെ കണ്ടപ്പോ ചെറിയൊരു മുറിവുറുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞെണ്ണാനെ കണ്ടപ്പോ ഭയങ്കര ചെറിയ മുറിവുറുപ്പ്. ഇവന് പരിചയമില്ലല്ലോ. മിട്ടുമായിട്ട് ഇണങ്ങി. ആണ്ടെ എല്ലാവർക്കും ഒരു ഹായ് കൊടു. എല്ലാവർക്കും ഒരു ഹായ് കൊടു. ഹായ് കൊടു. ഒരു ഹായ് കൊടു. അങ്ങനെ അത് ഹായ് കൊടുക്കുന്ന എല്ലാവർക്കും. എന്നും കുളിക്കും. പൊട്ടൊക്കെ തൊട്ട് അതെ അതെ എന്നും കുളിക്കും. അച്ഛൻ്റെ കൂടെ കുളിക്കാൻ പോകും. അച്ഛൻ്റെ കൂടെ ആദ്യം പോയി കുളിച്ച് നീന്തിട്ടൊക്കെ വരും. ഇവൻ കുളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കണല്ലേ? അതെ അതെ, ഇനി കുളിക്കുന്നത്. അടുത്ത പാർട്ടികളെ കാണാം. ഇതാണ് നമ്മുടെ ചിന്നും മുന്നും. ഇതാണ് നമ്മുടെ ചിന്നു മുന്നും. കഴിഞ്ഞ വീഡിയോ കാണിച്ചു. അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. തീറ്റയൊക്കെ കഴിച്ചു. ചൂട് സമയമായോണ്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുളിയും ജപമൊക്കെ ഉണ്ട്. ചൂടായോണ്ട് ഇച്ചിരി അസ്വസ്ഥരാണ്. കുഴപ്പമില്ല. വൈകുന്നേരമായപ്പോ അവര് ഹാപ്പിയായി. ഉച്ചക്കലത്തെ ചൂടാവുമ്പോ കിടന്ന് ഭയങ്കര ശബ്ദം ഉണ്ടാകും. അന്നേരം നമ്മള് വെള്ളമൊക്കെ വെച്ച് കൊടുക്കും, അതിൽ കുളിക്കും. അങ്ങനെയൊക്കെയാ. ദിവസവും തിന കൊടുക്കുന്നുണ്ട്. തിന കഴിക്കും, പിന്നെ തുളസിയില കഴിക്കും, പിന്നെ പനിക്കൂർക്ക ഇല കഴിക്കും. നിങ്ങളുടെയൊക്കെ വീട്ടില് ഇതേപോലുള്ള കിളികളുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. വീഡിയോയിലൊക്കെ ഇരിക്കും. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കിയടാ.
കുഞ്ഞൂസേ കുഞ്ഞൂസേ. കുഞ്ഞൂസിന് നല്ലൊരു പേരിടണമല്ലോ. അതെ അതെ. വാ വാ ചേട്ടാ കൈ വാ. അമ്മയെ കാണാൻ വിഷമമായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോ സ്മാർട്ട് ആവും അല്ലേ. അതെ അതെ. നമ്മൾ കുറച്ച് പാലൊക്കെ ഇങ്ങനെ സ്പില്ലറിലൊക്കെയാണ് കൊടുക്കുന്നത്. അതെ. പഴം ഒന്നും കൊടുത്തു തുടങ്ങിയില്ല. ഒരു 2 ആഴ്ചത്തേക്ക് പാല് കൊടുക്കാന്ന് വിചാരിക്കുക. പാല് മാത്രമേ കുടിക്കൂ ഇപ്പൊ. കുഞ്ഞാ കണ്ണുകളാദ്യം കണ്ടുണ്ടോ ഇങ്ങനെയുള്ള കുഞ്ഞണ്ണാനെ? അതെ. കണ്ടോ പൊടി എണ്ണാൻ. അവന് അവന്റെ അമ്മ എടുത്തിരിക്കുന്ന പോലാണ് നമ്മുടെ കയ്യിലും ദേഹത്തും ഒക്കെ വന്നിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളൊക്കെ ഒരു രസമല്ലേ? നമുക്കൊരു ടൈം പാസ് ആണ് ഇത്, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കൊച്ചു കൊച്ചു ജീവികള് അല്ലയോ. കിളിയും അണ്ണാനും പട്ടിക്കുട്ടിയും. സൂപ്പറാ. വളർന്നു വരുമ്പോഴായിരിക്കും ഇവന്റെ രസം. വളർന്നു വരുമ്പോ ഇവൻ മറ്റവരെക്കാൾ നല്ല ഇണങ്ങും. മറ്റേ കുറച്ച് വലുതായിട്ടാ, മിട്ടു കുറച്ച് വലുതായിട്ടാ വന്നത്. ഇവൻ കുഞ്ഞിലേ വന്നോണ്ട് നമുക്ക് വളരെ ഇണങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. എവിടെ പോവാ ആശാൻ? വീഴാതെ പിടിച്ചോ, നീ വന്നേ വീഴാതെ പിടിച്ചോ. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ കടിയൊക്കെ ഉണ്ട് കേട്ടോ. പോയോ? അത് നമുക്ക് കേറാനാ. ഇങ്ങോട്ട് വെച്ച് എന്റെ കയ്യിലൊക്കെ അള്ളുമൊക്കെ ചെയ്യുന്നു. ചേട്ടന് ഇവനെ കിട്ടിയതിന് ശേഷം ഇവന്റെ പുറകില ഏത് സമയം. ഇവൻ ക്യൂട്ട് ആളാണല്ലേ ഏട്ടാ. കുഞ്ഞാന്ന് വിളിക്കാൻ നമുക്കല്ലേ തൽക്കാലം. പിന്നെ നല്ല പേരൊക്കെ ഇടാം. അതെ അതെ. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ബൈ.